ഓക്കെ. 1 Corinthians 10:6 വാക്യം. 1 Corinthians 10:6 വാക്യം. അതിങ്ങനെയാ വായിക്കുന്നത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളായിരിക്കേണ്ടത് തന്നെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ സഭയോട് അവർ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. എന്താ പറയുന്നത്? നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അതായത് 2 കാര്യങ്ങളാണ് പറയുന്നത്. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇതൊരു ദൃഷ്ടാന്തമായി ഭവിച്ചു. അതായത് കൊരിന്ത്യർ പുതിയ നിയമസഭയ്ക്ക്, അതായത് ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് പുതിയ നിയമസഭയ്ക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൊരിന്ത്യർ സഭയ്ക്ക് ദൃഷ്ടാന്തം ഭവിച്ചിരിക്കുന്നു എന്ന് താഴെ പറയുന്നു. എന്താ? അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളായിരിക്കേണ്ടത് തന്നെയാണ്. സ്തോത്രം. അതായത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ പറയുക, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളായിരിക്കുന്നത് തന്നെ. സ്തോത്രം. അപ്പം അവിടെ 3 കാര്യങ്ങളാകുന്നത്. ഒന്നാമത്തേത് ദൃഷ്ടാന്തം എന്ന് പറയുന്നു. രണ്ടാമത് ദുർമോഹത്തെ കുറിച്ച് പറയുന്നു. അവസാനം പറയുന്നത് നാം അങ്ങനെ ആകാതിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നു ഇവിടെ. സ്തോത്രം. അതായത് മരുഭൂമിയിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനം, ദൈവം വിളിച്ചു വേദനിച്ച ഇസ്രായേൽ ജനം ദുർമുഖികളായിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മുകളിൽ വായിക്കുന്ന മനസ്സിലാവുന്നുണ്ട്. അവർ നശിച്ചു പോയെന്ന് വായിക്കുന്നുണ്ട്. ദൈവം അവർ പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. എന്താ കാരണം? അവരുടെ ദുർമോഹം കാരണം. എന്താ ഈ ദുർമോഹം എന്ന് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് ശരിക്കും നമ്മളത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, ഈ ദുർമോഹം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ വഴികളിൽ നടന്നില്ല എന്നുള്ളത് ദുർമോഹം എന്ന് പറയുന്നത്. അതായത് ദൈവം കൊടുത്ത കാര്യം സന്തോഷിക്കാതെ അവർ അവരുടെ മോഹങ്ങളിൽ, അവരുടെ ആഗ്രഹങ്ങളിൽ, ഹല്ലേലൂയ, സ്തോത്രം, അധികമായി നിൽപ്പാൻ ആഗ്രഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ച കാര്യങ്ങളെ ഫോളോ ചെയ്യാതെ അവരുടെ ഇഷ്ടങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങളാണ് അവർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ സത്യം പറഞ്ഞാൽ ദൈവം നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളെ ദൈവം ബ്ലെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ, ആത്മീയത സമ്പന്നനാകാതെയുള്ള എല്ലാ ബ്ലെസ്സിങ്ങുകളും, സ്തോത്രം, ഹല്ലേലൂയ. അത് അത് ഞാൻ പറഞ്ഞത് അതൊരിക്കലും നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ബ്ലെസ്സിങ് ഉണ്ട്. നമുക്ക് മനുഷ്യന്റെ സ്വയം പ്രയത്നത്തിന് ബ്ലെസ്സിങ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ആത്മീയത്താൽ ഉണ്ടാകുന്ന ബ്ലെസ്സിങ് ആണ് ദൈവത്തിന് താല്പര്യം എന്ന് ഞാൻ പറയുന്നത്. മറ്റേ മോശമെന്നല്ല, ഒരാൾ സ്വന്തം പ്രയത്നത്തിലൂടെ ഉണ്ടാക്കുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ കുറിച്ച് കാണുകയല്ല. പക്ഷെ ദൈവത്തിന്റെ വഴിയിൽ ചിന്തിക്കുമ്പോൾ, ദൈവം എന്ന് പറയുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരാളുടെ സ്പിരിച്വൽ അനുഗ്രഹത്തിലൂടെ, സ്പിരിച്വൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ബ്ലെസ്സിങ് ആണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ലോകത്തുള്ള സകല ബിസിനസ്സുകാർ, മോസ്റ്റ് ഓഫ് ദം, അതായത് നമുക്ക് വേണേ എല്ലാവരും തന്നെ പറയാം, അവരുടെ എല്ലാം, ഇപ്പം സിനിമാക്കാർ, ബിസിനസ്സുകാർ, ഒരു ഏത് ഫീൽഡ് നോക്കിയാലും ഇവരെല്ലാം അനുഗ്രഹത്തിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് അറിയാമോ? ഒരു ആത്മീയമായ ഒരു സംഭവം ചെയ്യുന്നത്, ഒരു ആത്മീയമായ ഒരു ഈവന്റ് ആദ്യം സംഘടിപ്പിക്കും, അല്ലെ? അതല്ലേ സംഭവം? ഒരു സിനിമയുടെ മുമ്പ് തന്നെ പൂജിക്കുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരൻ അത് പൂജ വെക്കുക. എല്ലാറ്റിനും ആദ്യം അവർ ഒരു ആത്മീയമായ ഒരു 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 ചടങ്ങ് നടത്തിയിട്ട് ഇവരെല്ലാം അതിലേക്കായിരുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്താ? ഒരു ആത്മീയമായ ഒരു തുടക്കം, ഒരു ആത്മീയത്തോടെ കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ നന്മയിലൂടെ, ആത്മീയമായ വളർച്ച കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ജാതി കാണിച്ചത്, ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ച കാര്യത്തിന് വിരുദ്ധമായിട്ട് അവരുടെ മോഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് മിസ്രൈമിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്ന് അവരെ ദൈവം പുറത്തെടുത്തു. എന്നിട്ട് അവരെ പ്രോമിസ് ലാൻഡിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ വീണ്ടും ആഗ്രഹിക്കുന്ന മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. അവർ മോശയോട് പിറുവിറുക്കാൻ ആരംഭിച്ചു. അവർക്ക് ദൈവം കൊടുത്ത അനുഭവം സന്തോഷിക്കാൻ കഴിയാതെ അവർ മിസ്രൈമിന്റെ മോശം, അല്ലെങ്കിൽ മിസ്രൈമെ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ നടുവിലും എന്തായിരുന്നു അവർ കടന്നുപോയൊരു സാഹചര്യം? അടിമത്വമായിരുന്നു. അതിൽ നിന്നുകൊണ്ട് അവിടുത്തെ നിന്ന് കിട്ടുന്ന ചില ചെറിയ നന്മകളെയാണ് വീണ്ടും ആഗ്രഹിച്ചത്. ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വലിയ നന്മകളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനിടയ്ക്കുണ്ടായ ചെറിയ ചില വിഷമങ്ങൾ കാരണം അവർ വീണ്ടും പഴയതിലേക്ക് പോകാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ചു. അവരുടെ ദുർമോഹം എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതായത് ദൈവം കൊടുത്ത് സന്തോഷിക്കാൻ അവർ കഴിഞ്ഞില്ല. അവർ അവരുടെ പാസ്റ്റ് ലൈഫിനെ ആഗ്രഹിച്ചു, അതിലേക്ക് പോകാൻ വേണ്ടി അവർ കൊതിച്ചു. സ്തോത്രം. അവരുടെ ദുർമോഹമാണ് അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ പ്ലാൻ വിരുദ്ധമായ ആഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്ലാൻ വിരുദ്ധമായ ഏത് ആഗ്രഹത്തെയും ബൈബിൾ പറയുന്ന ദുർമോഹം എന്നാ പറയും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാൻ വിരുദ്ധമായ ഏതൊരാഗ്രഹം നമുക്കുണ്ടെങ്കിലും അതിന് നമ്മൾ ദുർമോഹമെന്ന്, അല്ലെങ്കിൽ വചനം പറയുന്ന ദുർമോഹം എന്നാ പറയും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരിക്കലും നല്ലതായിരിക്കുകയില്ല.
അപ്പോൾ ഞാൻ പറയുന്നു, നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ബ്ലസ്ഡ് ആയിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പുത്രന്മാരും പുത്രിമാരും എന്ന് പറയുന്ന നാം ഓരോരുത്തരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ട് നമ്മുടെ ഒരു നമുക്കുള്ള പ്രോമിസ് ആണ്. പക്ഷെ അത് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വളഞ്ഞ വഴിയല്ല. അത് ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും ഒരു ആത്മീയമായി അതിലൂടെ പോയി കിട്ടുന്ന ബ്ലെസ്സിംഗ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദുർമുഖത്തിലേക്ക് നമ്മുടെ മനസ്സിനെ വെക്കാതെ ഈ ദിവസങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം കർത്താവേ. എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അത് ഒന്നുപോലും നഷ്ടപ്പെടാതെ എനിക്ക് വേണം. അറ്റ് ദ സെയിം ടൈം ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കാത്ത ഒരു കാര്യം പോലും എനിക്ക് വേണ്ട. അത് എത്ര പ്രഷ്യസ് ആണെന്ന് എനിക്ക് തോന്നിയാലും, ഞാൻ എത്ര അതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് എനിക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ദൈവത്തിന് അതിൽ പ്രസാദമെന്ന് എനിക്ക് തോന്നിയാൽ, അതിനെ വിട്ടുകളയാനുള്ള ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടാകട്ടെ. അതായത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ട തീരുമാനമെടുക്കാം. ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം ദിവസം ഉണ്ടാകട്ടെ. സ്തോത്രം. അതാണ് ദൈവത്തെ പ്രസാദം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദുർമുഖത്ത് നശിച്ചുപോയൊരു ജനം. നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം ദുർമുഖത്താലല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തെ പ്രത്യേകം നമ്മൾ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ സമർപ്പിക്കാം. വലിയൊരു ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മറിച്ച് തമ്പുരാൻ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം. ഓഫ് കോഴ്സ് നമ്മുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവാണ്. തന്റെ മക്കളുടെ ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പലപ്പോഴും നമുക്ക് ചിന്തിച്ചേക്കാം, എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് വലുതല്ലേ, എന്റെ ഇഷ്ടങ്ങൾ നടക്കണ്ടേ. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും വാശി പിടിക്കാറില്ല, എനിക്ക് എന്റെ ഇഷ്ടങ്ങളില്ലേ, എനിക്ക് എന്റേതായ കാര്യം. പക്ഷെ നമ്മുടെ എന്ത് ചെയ്യും, എല്ലാ ഇഷ്ടങ്ങളും സാധിപ്പിച്ച് കൊടുക്കാറില്ല, അല്ലേ? നമുക്കറിയാം അതിന്റെ വരുവഴയെ നമുക്കറിയാം. അതുകൊണ്ട് ദിവസങ്ങളിൽ തമ്പുരാന്റെ ഇഷ്ടം എന്താണ്, ഹല്ലേലൂയ, അതിന് പ്രകാരം മുന്നേറുക. മരുഭൂമിയിൽ വെച്ച് നശിച്ചുപോയ സ്ഥലത്തെ പോലെയല്ല. നമ്മൾ നശിക്കുന്ന ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ രക്ഷ പ്രാപിച്ചവരാ. പക്ഷെ നമ്മൾ നമ്മുടെ ദുർമോഹങ്ങൾ നിൽക്കുന്തോറും നമ്മുടെ ബ്ലെസ്സിങ് നമ്മൾ തടയപ്പെടുന്നതാണ് വാസ്തവം. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ദുർമോഹങ്ങളെ മാറ്റിവെച്ച്, നമ്മൾ ആരും അങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെച്ച് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ബ്ലെസ്സിങ്സിലേക്ക് ഒന്ന് കയറുവാൻ തക്കവണ്ണം, ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒന്ന് മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ സഹകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മുടെ വാക്കുകളെ നമ്മൾ സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ പറയാനുള്ള സമയമാണ്. അതിനൊരു സമയത്തെ സഹായിക്കുന്നുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്തോത്രം.